രേണുസുധീനെ കാണാനായിട്ട് സീമാജി നായർ വന്നു. സീമാജി നായർ ഒരു പോസ്റ്റ് ഇട്ടു. രേണുസുധിക്ക് വളരെയധികം കലശലമായിട്ടുള്ളതാണ്, വളരെ സീരിയസ് ആണ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു. അതിൻ്റെ പിന്നാലെ കമൻറ്റ് രോഗികൾ ആ സീമാജി നായരെ ട്രോളാൻ തുടങ്ങി. ഒരുപാട് പോസ്റ്റുകൾ അവർക്കെതിരെ സീമയ്ക്കെതിരെ വന്നു. എന്താണ് വന്നത്? വളരെയധികം ഹൃദയത്തിൽ കൊള്ളുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളായി വന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വന്നു രേണുവിൻ്റെ അടുത്തേക്ക് ക്യാൻസറാണെന്ന് വെച്ചപ്പോൾ ഓടി വന്നു, ഇതേ രേണുവിന് വേണ്ടി കാശ് പിരിക്കാൻ പോണ്, ബക്കറ്റ് പിരിവിന് ഇറങ്ങാൻ നിൽക്കണം, അത് എടുത്ത് കടന്ന് കുറേ അവൾക്കും കൊടുക്കും, കുറേ നിങ്ങൾക്കും അതിൽ നിന്ന് അടിച്ചു മാറ്റും, നിങ്ങളുടെ സ്ഥിരം പണി ഇതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കഷ്ടമാണെന്ന് നോക്കിയേ. ഒരു നല്ല കാര്യം ചെയ്ത ഒരു വ്യക്തിനെ ഇങ്ങനെ തേച്ചൊട്ടിക്കാൻ പാടില്ല. മുമ്പ് തന്നെ നിങ്ങൾക്ക് അറിയാണ്ടാണ് സീമാജി നായരുടെ മനസ്സ് നിങ്ങളൊന്ന് പഠിക്കണം. അതിന് നിങ്ങളെന്ത് ചെയ്യണം? സീമാജി നായർ ആദ്യം മുതൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കണം. എന്നിട്ട് സീമാജി നായരെ ഒന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കുക. അപ്പോൾ അറിയാം സീമാജി നായർ ഇന്നവരെ എത്ര ക്യാൻസർ രോഗികൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. ഒരു രൂപ പോലും പിരിക്കാണ്ട് ഒരു നാടക നടിന് നാടകത്തിൽ നിന്ന് സീരിയലിലേക്കും സിനിമയിലേക്കും വന്ന ആളാണ്. ഒരു നാടകത്തിൽ കിട്ടുന്നതിൻ്റെ ഇരട്ടി ഒരു 10,000 രൂപ 20,000 രൂപ ഒരു ദിവസം സീരിയലിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് റെമണ്ടേഷൻ ഉണ്ട്. സിനിമയ്ക്ക് ആച്ചാൽ 30,000 രൂപ വരെ ഉണ്ട്. ആ പൈസ വേണ്ടാന്ന് വെച്ച് എത്ര നാൾ അഭിനയം മാറ്റി വെച്ചിട്ട് ഓരോ ക്യാൻസർ രോഗികളെ ചികിത്സിക്കാനും അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നടത്താനും അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നറിയാം. ഇതിൻ്റെ വല്ല ആവശ്യം സീമാജിക്ക് ആർക്കുണ്ടാ? പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പബ്ലിസിറ്റി എന്താ പൊഴുങ്ങി തിന്ന ചോറാവുമോ? ഇല്ലില്ല, കാശ് കിട്ടിയതിനല്ലേ ചോറാവുള്ളൂ. അപ്പോൾ അതെന്താണ്? വലിയൊരു മനസ്സ് ഇന്ന് സീരിയലിലും സിനിമയിലും ആർക്കും കാണാത്ത വലിയൊരു മനസ്സ് സീമയ്ക്കുണ്ട്. അതുകൊണ്ടാണ് സീമയുടെ അമ്മ ക്യാൻസർ വന്നാൽ മരിച്ചത്. ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചാൽ മരിച്ചത്. അപ്പോൾ ആ അമ്മയുടെ വിഷമങ്ങളും ദുഃഖങ്ങളും കണ്ടുകൊണ്ട് വളർന്ന ആ ചികിത്സയ്ക്ക് വേണ്ടി ഓടി നടന്ന ആളാണ്. RCCയിലൊക്കെ പോയി കുറേ കിടന്നതാണ്. അപ്പോൾ ആ വിഷമങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി ഒരു ക്യാൻസർ രോഗി എന്തൊക്കെ അനുഭവിച്ചിട്ടാണ് മരിക്കണം എന്നുള്ളത്. നമ്മൾക്കിപ്പോൾ നമ്മളെ ചുറ്റുപാട് നമുക്ക് കണ്ടുപിടിച്ചാൽ അറിയാം. ക്യാൻസർ വന്ന ആൾക്കാർ ഒരുപാട് ചികിത്സിച്ച് സകലതും വിറ്റ് മുടിച്ച് അവസാനം മരിക്കുകയും ചെയ്യും. രക്ഷ കിട്ടില്ല. പക്ഷെ കാശ് കടം മേടിച്ചായാലും പറമ്പ് വിറ്റായാലും സ്വർണം വിറ്റായാലും എത്ര കഷ്ടപ്പെട്ടാലും നമ്മളത് ചികിത്സിക്കാണ്ടിരിക്കില്ല. അതേപോലെ തന്നെയാണ് സീമ ഒരുപാട് കഷ്ടപ്പെട്ടത് അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് ഒരുപാട് സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെ സോഷ്യൽ വർക്ക് ചെയ്യുന്നവരെ പിന്തിരിപ്പിക്കരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരെ നല്ലൊരു മനസ്സുള്ളത് കൊണ്ടാണ് അവർ ചെയ്യുന്നത്. അത് അങ്ങനെ ഒരു നല്ല മനസ്സൊന്നും ഇവിടെ 99% ആൾക്കാർക്ക് ഇല്ല. വളരെ 1% ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാവർക്കും അവരവരെ കാര്യമാണ് വലുത്. അപ്പം അങ്ങനെ നടക്കുന്ന ഒരു ആൾക്കാരുടെ ഇടയിൽ സീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു നമുക്കൊക്കെ ഒരുപാട് ആൾക്കാർക്ക് അതൊരു ഗുണമായിട്ട് വരും. വേണ്ട ഒരാൾക്ക്, എല്ലാവർക്കും വേണ്ട ഒരാൾക്ക്. അപ്പോൾ അതിനൊരു ഗുഡ് സല്യൂട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ആ മനസ്സിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്താനും ഇതുപോലെ ഇല്ലാത്ത ഓരോ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കാനും. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് എന്തോരം ടെൻഷൻ ഉണ്ടാവും. ഇനി ഈ പരിപാടിയെ വേണ്ടെന്ന് അവർക്ക് തോന്നില്ലേ? അപ്പോൾ എന്തൊക്കെയുണ്ടെങ്കിലും ആദ്യം മുതൽ തന്നെ ഇതുപോലെ കേൾക്കണമാണ്. അപ്പോൾ നല്ല കാര്യം ചെയ്യുന്നവരെ നിങ്ങളായിട്ട് പിന്തിരിപ്പിക്കരുത്. രേണുസുധീനെ കാണാൻ വന്നത് ഒരിക്കലും രേണുസുധിക്ക് വേണ്ടി ലക്ഷങ്ങൾ പിരിക്കാനോ അതിൽ നിന്ന് ലക്ഷങ്ങൾ അടിച്ചു മാറ്റാനോ വന്നതല്ല. ആ കുട്ടിയുടെ വിഷമം കണ്ട് വന്നതാണ്, ദുഃഖം കണ്ട് വന്നതാണ്. അതുകൊണ്ടാണ് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടത്. അതിനിങ്ങനെ തേച്ചൊട്ടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഇത്രേ പറയാനുള്ളൂ. നല്ല നല്ല ആൾക്കാർ ഒരുപാടുണ്ട് ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതും. അന്യരുടെ നമ്മുടെ ദുഃഖങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ദുഃഖമായി അന്യരുടെ ദുഃഖം എടുക്കുന്ന ആൾക്കാരുണ്ട്. അവരെ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കൊണ്ടൊന്നും അവരെ വേദനിപ്പിക്കരുത്. അത് ദൈവം പോലും പൊറുക്കാത്ത തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. ഈ വിഷയത്തിൽ നമുക്ക് ഇത്രേ പറയാനുള്ളൂ.